ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ മക്കളെ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമോ 3 വർഷമോ ഒക്കെ ആയി. അമ്മയ്ക്ക് ഇതുവരെ ഒന്നും മാറ്റി പിടിക്കാറായില്ലേ. നമ്മൾ ഈ ഇൻട്രോ പറയത്തില്ലേ, എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഉള്ളിൽ ചിരി വരും. നമ്മളിങ്ങനെ അങ്ങോട്ട് വീഡിയോയ്ക്ക് ഇൻട്രോ പറയുമ്പോൾ ചിരി വരും കേട്ടോ. പക്ഷേ ഇപ്പം എന്താ, ഇപ്പോൾ ഉണ്ടല്ലോ വെറുതെ എങ്കിലും ഒരു കണ്ണാടി കാണുമ്പം വെറുതെ അങ്ങ് പറഞ്ഞു പോവാ കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഈ ഒരു നമ്മുടെ മൊബൈലും നമ്മളിങ്ങനെ പറയുന്നത്, ഇപ്പം മുഖം നോക്കുന്ന ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നും ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങി കേട്ടോ. സത്യമായിട്ടുമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഇന്നാൾക്ക് എനിക്കൊരു അക്രി പറ്റി. സത്യമായിട്ടുമാണ്. മോൻ്റെ ഫോട്ടോ കൊണ്ടുവന്നു, പാസ്പോർട്ട് സൈസ് ചെറിയ ഫോട്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ മൊബൈലിനകത്തൊക്കെ നമ്മൾ ചിലപ്പം വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ മോൻ എൻ്റെ ഈ ഫോട്ടോ കൊണ്ടുവന്നു. ഞാൻ എന്നിട്ട് ചെയ്തതാ. എന്തൊരു ചിരിയായിരുന്നു ഇവിടെ. ആ ഫോട്ടോ സൂം ചെയ്യുക കൈ വെച്ച്. പിള്ളേർ പറയും ഈ അമ്മയ്ക്ക് എല്ലാം പോയി ഓളം എല്ലാം പോയി ഇരിക്കുക. എനിക്കും പിന്നെ ഓർത്തപ്പോഴാണ് മൊബൈലിനകത്തില്ല സൂം ചെയ്ത് കൊച്ചിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് സൂം ചെയ്യാൻ നോക്കും. എന്തോ പറയാനാ. ഇപ്പം ഞാനിതിപ്പോൾ ഇൻട്രോ പറയുമ്പോഴല്ല, എനിക്ക് എന്നും ഈ ഇൻട്രോ പറയുമ്പോൾ എനിക്ക് അവരെ ഓർമ്മ വരുന്നത് കേട്ടോ. അവരിങ്ങനെ പറയും എന്നും ഇങ്ങനെ അമ്മയ്ക്കൊന്ന് മാറ്റി പിടിച്ചോടെ. പക്ഷേ എനിക്ക് വേറെ ഒന്നും പറയാനും ഒക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഇത്രയും 2 വർഷം കൊണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വേറെ ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യമായിട്ട് വന്ന് ഇന്ന് പിന്നെ എന്തോ ഒരു ഞാൻ എന്നും പറയുന്നത് പോലെ അല്ലെന്ന് തോന്നുന്നു പറയുന്നത്. എന്നാലും പറയാൻ വന്ന കാര്യം എന്തോ, ഇന്നും നമ്മുടെ പാർലറൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും വൈകിട്ട് 10 മണി വരെ, വൈകിട്ടല്ല 10 മണി വരെ നമ്മുടെ പാർലർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. സൂപ്പ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എവിടെ പാന ആരെങ്കിലും കയറ്റിയിട്ട് വേണ്ടല്ലേ, കയ്യിലിരിക്കുന്നതല്ല ഈ സ്വഭാവം, ആരെങ്കിലും കയറ്റു. പിന്നെ മഴയെ പിടിച്ച് വിരുന്നുകാർ ചെല്ലാൻ ആരും അനുവദിക്കത്തതേ ഇല്ല. മഴയായിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പറയും, ദൈവമേ ആരും വിരുന്നുകാർ വരാതിരിക്കാൻ കിട്ടും. മഴയാകുമ്പോൾ മടി കേട്ടോ. സത്യമായിട്ടും അത് ഭയങ്കര മടി. എന്താണെന്നറിയത്തില്ല ഇവിടെ മഴയാണ്. അതുകൊണ്ട് ആരും കയറ്റത്തില്ല കേട്ടോ. വിരുന്നിനെ എന്നാൽ അവർ ഓടിച്ചു വിടും, അവർക്കും മടിയാണ്. അപ്പോഴും പറഞ്ഞു വന്ന കാര്യം എന്താണ്, സുഖം ഒരു അക്കിടി കാണിച്ചു. രാവിലെ കുളിച്ചു, പിന്നെ ഉറിയും തൊട്ടു എല്ലാം നമ്മൾ ഈ ടിപ്പ് ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് ഉറിയും തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ പിന്നെ ഓർത്തത്, അയ്യോ ചന്ദനക്കുറിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അത് മാറ്റുന്നത് നമുക്ക് ദൈവത്തെ മറന്നുള്ള കളിയാണല്ലോ കളിക്കുന്നത്. അപ്പോൾ ചന്ദനക്കുറി മായ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ, തമ്പുരാനെ നമ്മളെ കാക്കണേ, എല്ലാവരെയും കാക്കണേ എന്നൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ ഇടുന്ന കുറിയാണ്. അത് നമ്മളായിട്ടത് മായ്ച്ച് കളയുമ്പം ഒരു നന്ദികാടല്ലേ ദൈവത്തിനോട് കാണിക്കുന്നത്. അതുകൊണ്ട് സുപ്പു ഒന്ന് ചന്ദനക്കുറി മായ്ക്കുന്നില്ല കേട്ടോ. എൻ്റെ മനസ്സിനകത്തൊരു വല്ലാത്തൊരു വിങ്ങൽ. അപ്പോഴെന്തായാലും നമ്മൾ 2 കൈയുണ്ടല്ലോ, ദൈവം നമുക്ക് നല്ല സുന്ദരമായ കൈയും കാലും ഒക്കെ തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചെയ്ത് കാണിക്കാം. നിങ്ങളങ്ങ് ചെയ്താൽ മതി കേട്ടോ. സുപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് രാവിലെ ചെയ്തതുകൊണ്ടാണ്, മുഖത്ത് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സുപ്പ് ഉണ്ടാക്കി വെച്ച നെയ്യാണിത് കേട്ടോ. സൂപ്പ് ഉണ്ടാക്കി വെച്ച നെയ്യാണ്. ഇനി നമുക്ക് നെയ്യ് ഉരുക്കാനിരിക്കുന്നു. ഇതിൻ്റെ വലിയൊരു പാത്രത്തിനകത്ത് ഇനിയും ഞാൻ പാല് തിളപ്പിച്ച് അതിൻ്റെ പാട ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഇതിനകത്ത് തൈര് ഞാൻ ഒഴിച്ച് വയ്ക്കത്തില്ല കേട്ടോ. ആ പാടയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇത് പകുതിയായി. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് ഇത്രയായി. അപ്പോൾ നമുക്ക് നെയ്യ് വേണം കേട്ടോ, തേൻ വേണം. ഇത് 2 മാത്രം മതി നമ്മുടെ മുഖത്ത് നല്ല അടിപൊളി കിടുക്കാഴ്ചയാണ് വരും നമ്മുടെ മുഖം കേട്ടോ. അപ്പോഴും അങ്ങനെ തേച്ചിട്ടൊക്കെ കുളിച്ചിട്ട് വന്നിരിക്കും. അപ്പോഴും നമ്മൾ ചെയ്ത് കഴിഞ്ഞായതുകൊണ്ട് ഇനി നമ്മൾ തേക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച സൂപ്പ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഞാൻ പുരട്ടി കാണിക്കാം. അപ്പോഴും നിങ്ങൾ ആവശ്യത്തിന് ഇതിപ്പം ഞാനേ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന നമ്മുടെ നെയ്യാണ്. നമുക്ക് പാത്രം എടുത്തുകൊണ്ട് വന്നില്ല, നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ഒഴിച്ച് ഞാൻ ചെയ്ത് കാണിക്കും. ഇത്ര വേണ്ടല്ല, കയ്യിലായതുകൊണ്ട് നമുക്ക് ഇത്രയും വേണ്ട. അതിവിടെ മാറ്റി വെച്ചേക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് കൂടെ തന്നെ നമ്മുടെ തേൻ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ മുഖത്ത് കേട്ടോ, നമ്മൾ മുഖത്ത് പുരട്ടേണ്ടത്, മുഖത്ത് പുരട്ടുന്ന ഇങ്ങനെ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അപ്പോഴേ തേൻ കുട്ടനെ അങ്ങോട്ട് ചേർക്കുമ്പോൾ വേറെ ലെവലാവും. ഞാൻ ആദ്യം എടുത്തത് ഒത്തിരി കൂടിപ്പോയി കേട്ടോ. ഇത് തന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കാം കേട്ടോ. തേനും കുഞ്ഞു മക്കൾക്ക്, നമ്മുടെ മക്കളുമാർക്ക് ഇത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് പുരട്ടുക. ഒരു കുളിക്കുന്നതിന് മുന്നേ കേട്ടോ, ഒരു 15 മിനിറ്റ് നമ്മൾ ഇത് തേച്ചിട്ട് അങ്ങ് കുളിക്കുക. പിന്നെ നമ്മൾ എൻ്റെ നെയ്യുടെ എന്തൊരു മണം, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ്, നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോഴത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയുള്ള പരിപാടി വെച്ചിരുന്നു ഇങ്ങനെ നേരുകൊണ്ട് കേട്ടോ. അപ്പോഴേ ഇത് നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഇത് സുപ്പ് കാണിക്കുന്നത് ഇങ്ങനെ നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. നമ്മുടെ മുഖത്ത് തേക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെ പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് മഴക്കോൾ ഇവിടെ കേട്ടോ. മഴ വരുന്നതിനെ ഞാനിവിടെ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. നമ്മുടെ പാർലർ അങ്ങോട്ട് തുറന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ക്യൂ ആണ്. ഞാൻ പറഞ്ഞു എന്തായാലും ഞാനിതൊന്ന് ചെയ്യട്ടെ, എന്നിട്ട് ചെയ്ത് തരാമെന്ന്. അത്ര കൊള്ളത്തില്ലല്ലോ. നമ്മളൊരു പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് അവരടുത്ത പണിയായിട്ട് വന്നത്. എന്താ ചോദിച്ചാൽ ഇവിടെ തിക്കും തിരക്കും ആണെന്ന് ഇല്ല കേട്ടോ. ഞാൻ അവിടെ പിടിച്ചിരുത്തിയിട്ടിട്ട് ഞാൻ പറയും ഇപ്പം വരാമെന്ന്. ഞാൻ പാത്ത് വെച്ച് പിള്ളേരെ കൈ രണ്ടും കെട്ടി പുറകോട്ട് നിന്ന് കേട്ടോ. ഒരാൾ വന്നു, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടേ ചെയ്യാവുന്നു കേട്ടോ. അപ്പോഴും നിങ്ങളുടെ പാർലറിലോട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അപ്പോഴെപ്പോഴും ചെയ്ത് കൊടുത്തോളാം, അല്ലെങ്കിൽ നമുക്ക് കേട്ടോ ആൾ കുറയും. അപ്പോഴിങ്ങനെ റൗണ്ടിൽ നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ തുടച്ചാൽ മതി. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മുഖത്ത് ചെയ്തിട്ട് നിങ്ങൾ പോയി സോപ്പിട്ട് വെറുതെ അലമ്പുണ്ടാക്കരുത് കേട്ടോ. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിനൊക്കെ പ്രയോജനം കിട്ടണ്ടേ. അപ്പോൾ എന്നും ചെയ്യാം. ഇത് നമുക്ക് എന്നും ചെയ്യാം. കുളിക്കുന്നതിന് മുന്നോ അത് കഴിഞ്ഞൊക്കെ നമുക്ക് എന്നും ചെയ്യാം. നമ്മുടെ മക്കൾക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല ഇത് കിട്ടും മുഖത്തിന്. എൻ്റെ നെയ്യുടെ മണം എന്തൊരു മണം. അപ്പോൾ ഞാൻ ഇനി ഇത് കഴുകി കാണിക്കാനൊന്നും നിൽക്കുന്നില്ല. നിങ്ങളത് ചെയ്തോളൂ കേട്ടോ. ഇത്തിരി നേരം കൂടെ ഇരിക്കട്ടെ, നമുക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അതിൻ്റെ പുറത്തല്ലേ ഇരിക്കുന്ന, കുഴപ്പമൊന്നുമില്ല. ഉടനെ ചെന്ന് കഴുകിയില്ലേലും കുഴപ്പമില്ല. പിന്നെ മുഖത്തെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി നേരം ഒരു അസ്വസ്ഥതയല്ല, ഇങ്ങനെ നെയ്യും തേനും കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ. അത് തുടച്ച് മാറ്റുക. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല കിട്ടൊരു ഇതാണ് കേട്ടോ, ടിപ്പാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നലത്തെ ടിപ്പ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് രാത്രി വരെയും നമ്മുടെ മുഖം തിളങ്ങി തന്നെ നിൽക്കും. ഇന്നലത്തെ കാണിച്ച ആ ടിപ്പ് അടിപൊളിയാണ്. അപ്പോഴൊത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് സുപ്പുവിൻ്റെ പാർലറിലോട്ട് വരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോഴോടി ആയോ, തിരക്കൊക്കെ അടിയും പിടിയും തിരക്കും നിന്ന് തള്ളുമൊക്കെ ആവുന്നതിന് മുന്നേ നിങ്ങൾ വന്നാലല്ലേ സുപ്പുവിന് ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാനൊക്കെ നിങ്ങളുടെ മുഖത്ത്. എൻ്റെ മുഖം പോലെ നിങ്ങളുടെ മുഖത്ത് ശരിയാവുമെന്നൊക്കെ നോക്കണ്ടേ നമുക്ക് കേട്ടോ. അപ്പോൾ ഓടിവായോ. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വായ്നോട്ടത്തിന് ഒരു കുഴപ്പമില്ല സുപ്പുവിന് ഇപ്പോഴും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാം. ഇത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കേട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത്തിരി നേരം ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. നമ്മളെല്ലാം ചെയ്തതിൻ്റെ കൂട്ട് നമ്മുടെ വിരലുകളെല്ലാം ഇപ്പം കൈയല്ലേ കാണിക്കുന്നത് മുഖത്ത്. ഇതിപ്പം കൈ കാണിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. മൂക്കൊക്കെ നന്നായിട്ട് എടുത്ത്, മൂക്കൊക്കെ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ
മൂക്കും കവളും ഇവിടെ താടിയൊക്കെ എടുത്ത് നമ്മളെ കുളിപ്പിക്കാനൊക്കെ എങ്ങനെ ചെയ്യത്തില്ല, അതുമാതിരി അങ്ങോട്ട് നന്നായിട്ട് മൂക്കൊക്കെ അങ്ങോട്ട് എടുത്ത് മൂക്കൊക്കെ അങ്ങോട്ട് നീണ്ടു വരട്ടെ. അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ കേട്ടോ. എന്നും രാവിലെ ഇത് ചെയ്തോളൂ. അടിപൊളി കിടക്കാച്ചാണ്. നെയ്യില്ലാത്തവരെ ഇപ്പം വന്ന സൂപ്പ് തരും. തീരാറൊന്നും ആയില്ല, ദേ ഇത്ര ഇരിപ്പുണ്ട്, തീരത്തില്ല. നമുക്കിനി മറ്റേത് ഉരുക്കിയെടുക്കാം. ഞാൻ കാണിക്കാം ഇനി നമ്മുടെ അടുക്കള വിശേഷങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ അത് കാണിക്കാം കേട്ടോ. നെയ്യിനി നമ്മൾ ഉരുക്കാൻ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. ഇതൊക്കെ മക്കൾക്ക് കൊടുക്കാമല്ലോ, ഒറിജിനൽ നെയ്യിൽ നമ്മുടെ വീട്ടിലെ തന്നെ. അപ്പോഴിഷ്ടമായെങ്കിൽ പറയണം. നെയ്യ് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ സൂപ്പിൻ്റെ അടുത്ത് വന്നാൽ മതി. ഇപ്പം തേന് നെയ്യൊക്കെ സൂപ്പിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. കാണുമോ? കാണാം. വെയിലൊന്നും ഇല്ല കേട്ടോ.